ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ടെലിഗ്രാം ചാനലിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സുകളൊന്നും തന്നെ മിസ്സാവാതെ കാണാനായിട്ടും പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷമേതാണ്? ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978 ആണ്. 1978. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? GV മാവ്ലങ്കാർ. പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്ന്? 2019 ഡിസംബർ 11 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വരുമാന നികുതി. ചുവടെ തന്നിട്ടുള്ളവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വരുമാന നികുതി. ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. ചുവടെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനാ ഇതര സ്ഥാപനമാണ് നീതി ആയോഗ്. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 74ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷനാണ് ജസ്റ്റിസ് M പരീദ് പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം? 1969 ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ എത്ര ദിനങ്ങളാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ 100 ദിനങ്ങളാണ്. 100 ദിനങ്ങൾ. അടുത്ത ചോദ്യം: ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ റെസ്ലിംഗുമായി ബന്ധപ്പെട്ട പദമാണ് ബ്രിഡ്ജ് ഔട്ട്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാനാണ് ചിറക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്? സംഘകാല സാഹിത്യത്തിലെ പരാമർശിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശം. അടുത്ത ചോദ്യം: ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നോക്കാം. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കൊതുകുകളാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഓക്കെ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഭാഗമാണ് സെറിബ്രം. അടുത്തത്:
കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം 2018. അടുത്തത് എന്താണ് ഡോപ്സൺ യൂണിറ്റ്? എന്താണ് ഡോപ്സൺ യൂണിറ്റ്? അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. അന്തരീക്ഷത്തിലെ കനം അളക്കുന്നതിന്. കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവാണ് MGS നാരായണൻ. MGS നാരായണൻ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഗാന്ധി സാഗർ ഡാം ചമ്പൽ നദിയിലാണ്. ചമ്പൽ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നത്. ഓക്കെ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങളാണ് ആർഗൺ, കാർബൺ ഡയോക്സൈഡ് എന്നിവ. ലോകത്തിൽ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണശീതജല പ്രവാഹങ്ങളുണ്ട്. അവയാണ് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഓക്കെ. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവിയാണ് ഹിമപ്പുലി. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം കൊച്ചിയാണ്. കൊച്ചി. ISROയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അപഗ്രഥിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതുക. ISROയുടെ ആസ്ഥാനം ബംഗളൂരുവാണ്. കറക്റ്റാണ്. സ്ഥാനനിർണയ ഉപഗ്രഹമാണ് NVS-1. നാവിഗേഷൻ സാറ്റലൈറ്റ് 1 ആണ് സ്ഥാനനിർണയ ഉപഗ്രഹം. ഓക്കെ. അപ്പോൾ ഓപ്ഷൻസ് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ജനുവരി 1, 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. 1-ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു? 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോഡ് ഡോമർ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. 2024 ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് UAE. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് MS സ്വാമിനാഥനാണ്. സപ്തഋഷി എന്ന പദം ഇന്ത്യയുടെ ഏതുമായി ചേർന്നിരിക്കുന്നു? സപ്തഋഷി എന്ന പദം ഇന്ത്യയുടെ ഏതുമായാണ് ചേർന്നിരിക്കുന്നത്? 2023-24 ബജറ്റുമായി ബന്ധപ്പെട്ട പദമാണ് സപ്തഋഷി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നതെങ്ങനെ? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരമാണ് പുനരവലോകന അധികാരം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളവ ഏതൊക്കെ നോക്കാം. വൈറ്റമിൻ K കട്ട പിടിക്കാതിരിക്കുക ശരിയാണല്ലേ. വൈറ്റമിൻ A റിക്കറ്റ്സ് അല്ല, റിക്കറ്റ്സ് വൈറ്റമിൻ D ആണ്. അതുപോലെ സ്കർവി വൈറ്റമിൻ C ആണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. വൈറ്റമിൻ B1 ബെറിബെറി ആണ്, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ 1ഉം 4ഉം ആണ് ശരി. ഓപ്ഷൻ D ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? അത് യൂറി തെർമൽ എന്നാണ്. യൂറി തെർമൽ. ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം കാലാണ്. ഏത് രാജ്യത്തിൽ നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? നമീബിയയിൽ നിന്നാണ്. നമീബിയ. പൂർണ്ണശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏതാണ്? പൂർണ്ണശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റാണ് കാൻഡല. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് വികിരണം. ബഹിരാകാശ പര്യവേഷണത്തെ സഹായിക്കുന്നതിനും ഭൂമിക്കപ്പുറത്ത് ജീവൻ നിലവിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി നാസ വികസിപ്പിച്ചെടുത്ത പാമ്പിന്റെ രൂപത്തിലുള്ള റോബോട്ടിന്റെ പേരെന്ത്? ബഹിരാകാശ പര്യവേഷണത്തെ സഹായിക്കുന്നതിനും ഭൂമിക്കപ്പുറത്ത് ജീവൻ നിലവിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി നാസ വികസിപ്പിച്ചെടുത്ത പാമ്പിന്റെ രൂപത്തിലുള്ള റോബോട്ടിന്റെ പേരാണ് EELS. EELS. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ ഖരരൂപം വാതകമായി മാറുന്നു. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ഏത്? വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമമാണ് ചാൾസ് നിയമം. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥേൻ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടപ്പള്ളിയാണ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടപ്പള്ളി. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിതയാര്? വനിതയാണ് KM ബീനാമോൾ. പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭരതനാട്യം. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനുമിടയിലുള്ള ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? കാർബൺ ഡയോക്സൈഡ്, ക്ലോറിൻ, നൈട്രജൻ ഇവയെല്ലാം തന്നെ മാഗ്മയിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനമേത്? ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം അല്ലെങ്കിൽ ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാരാണ് സിദ്ധു കാനു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്?
ഖിലാഫത്ത് പ്രസ്ഥാനം, സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് എന്നിവയെല്ലാം തന്നെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് നമ്മുടെ ആൻസർ. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ഭരണഘടനാ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഭരണഘടനാ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വന്ന ബ്രിട്ടീഷ് സർക്കാർ കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അപ്പം അതിൻ്റെ റിപ്പോർട്ടാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ജഹാംഗീർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളയാണ് പരുത്തി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഫിലിപ്പൈൻസ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ലക്ഷ്യങ്ങളാണ് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഇവയെല്ലാം തന്നെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9-നാണ്. 1975 സെപ്റ്റംബർ 9. KSSMന്റെ പൂർണ്ണ രൂപം എന്ത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്നാണ്. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് എന്ന്? 2015 മെയ് 25-നാണ്. 25/5/2015 കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 43-ആണ്. 43. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് 36 മുതൽ 51 വരെയാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73ാമത് ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് ആർട്ടിക്കിൾ 39D പരാമർശിക്കുന്ന കാര്യമാണ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 39D പറയുന്നു തുല്യ ജോലിക്ക് തുല്യ വേതനം. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അംബേദ്കർ ആണ്. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? അണ്ഡവാഹിനി കുഴലിൽ.
മീനമാത രോഗം ഏതിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാത രോഗം മെർക്കുറി മലിനീകരണം, മെർക്കുറി മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനം ഏതാണ്? അന്താരാഷ്ട്ര യോഗ ദിനമാണ് ജൂൺ 21. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരമെഴുതുക. 1. ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യ രേഖയിലാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. ഗ്രാവിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. ഓക്കെ. സാധാരണ ടി വി റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? സാധാരണ ടി വി റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികൾ. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാതയാണ് NH44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ആണ്. 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി സി ശങ്കരൻ നായരാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9, 1942. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് തൃശൂർ ജില്ലയിലാണ്. 1936 തൃശൂർ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നോക്കിയിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചോദ്യോത്തരങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.